വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീതയോ മക്കളായ ജേസൺ സഞ്ജയോ ദിവ്യ സാഷയോ എത്തിയിരുന്നില്ല. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് 3 പേരും വിട്ടുനിന്നത്. ഭാര്യയെ മാത്രമല്ല മക്കളെയും വിജയ് അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം അതിവേഗത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നും ഇപ്പോഴും ജീവിതത്തിൽ വലിയൊരു സ്ഥാനം പിതാവിന് നൽകിയിട്ടുണ്ടെന്നും പറയാതെ പറയുകയാണ് ആദ്യമായി നൽകിയ അഭിമുഖത്തിൽ സഞ്ജയ്. അച്ഛൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ വികാരവുമെല്ലാം സഞ്ജയ് പങ്കുവച്ചു. എൻ്റെ അപ്പ മുഖ്യമന്ത്രിയാവുന്നത് കാണുക എന്നത് ശരിക്കും ചരിത്ര നിമിഷമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ചരിത്രപരമായ മാറ്റമാണ്. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് തന്നെ വളരെ വലിയ കാര്യമാണ്. അതെനിക്കും എൻ്റെ സഹോദരിക്കും ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും വലിയൊരു ഉത്തരവാദിത്തം നൽകുന്ന കാര്യമാണ്. ഈ പാരമ്പര്യവും പൈതൃകവും മുന്നോട്ട് കൊണ്ടുപോവുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ കടമയാണ്. സ്വന്തം വ്യക്തിത്വവും സ്വന്തം പേരും സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കണമെന്നാണ് അപ്പ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നത്. എനിക്ക് എപ്പോഴെങ്കിലും മാർഗനിർദ്ദേശം ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ അദ്ദേഹത്തെ സമീപിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചിരുന്നു. അപ്പ എനിക്ക് നൽകിയ ഉപദേശം എനിക്ക് ഏറെ ഇഷ്ടമാണ്. സ്വന്തം വ്യക്തിത്വം കെട്ടിപ്പടുക്കാനും സ്വന്തമായി പേരും പ്രശസ്തിയും നേടിയെടുക്കാനുമാണ് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഞാനും അതേ ചിന്താഗതിയോടെയാണ് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് എനിക്കാണെങ്കിലും എൻ്റെ അനിയത്തിക്കാണെങ്കിലും എൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു എക്സ്ട്രാ ലെവൽ ഉത്തരവാദിത്വമാണ്. കെയർഫുള്ളായിരിക്കണം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. 2 പേരും ഒരേ വേവ് ലെങ്ത്തുള്ളവരാണ്. എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും നിനക്ക് എന്നെ സമീപിക്കാം. ഞാനായിട്ട് വന്ന് ചോദിക്കില്ല, നീ വന്ന് ചോദിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്. അതിന് അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കും. നന്ദി പറയും. അമ്മയോടും മറ്റ് കുടുംബാംഗങ്ങളോടും നന്ദിയുണ്ടാകും എന്നാണ് സഞ്ജയ് പറഞ്ഞത്. പിന്നീട് ഏക സഹോദരി ദിവ്യ സാക്ഷിയെക്കുറിച്ചും താരപുത്രൻ സംസാരിച്ചു. മുമ്പ് വിജയ് വഴി മാത്രമാണ് സഞ്ജയുടെയും ദിവ്യ സാക്ഷിയുടെയും വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത്. സഹോദരിയുമായി വളരെ ക്ലോസാണ്. കുട്ടികളായിരുന്നപ്പോൾ നിരന്തരം അടികൂടുമായിരുന്നു. ഇപ്പോൾ അവൾ വിദേശത്ത് പഠിക്കുകയാണ്. ഞാൻ നാട്ടിൽ വന്നു. വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. മിസ്സിംഗ് ഫീലിംഗ് വന്നു തുടങ്ങി. ഇടയ്ക്കിടെ വീഡിയോ കോൾ വിളിക്കും. എന്നേക്കാൾ നന്നായി പഠിക്കുന്നത് അവളാണ്. അവളും ഒരു സിനിമ ബഫാണ്. സിഗ്മയുടെ കഥ അവളോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവളും വളരെ ട്രാൻസ്പെറൻ്റാണ്. അതുകൊണ്ട് കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കും. അന്ന് വഴക്കിട്ടതിൻ്റെ പേരിൽ ഇപ്പോൾ കുറ്റബോധമുണ്ടെന്നും സഞ്ജയ് പറഞ്ഞിരുന്നു. ദിവ്യയുടെ ഗ്രാജുവേഷൻ ഡേയിൽ അച്ഛൻ്റെ സ്ഥാനം അലങ്കരിച്ച് ഒപ്പം നിന്നത് സഞ്ജയ് ആയിരുന്നു. അന്ന് സഹോദരിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സഞ്ജയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. ഞാനും കമൻസുകൾ വായിക്കാറുണ്ടെന്നും എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടതും കുടുംബവുമായി ബന്ധപ്പെട്ടതും എല്ലാം കാണാറുണ്ടെന്നും സഞ്ജയ് പറയുന്നു. മക്കൾ 2 പേരും ഇപ്പോൾ സംഗീതയുടെ സംരക്ഷണയിലാണ്.